മലയാള സിനിമയിലെ 2025 ചില കംബാക്കുകൾ. ഏതൊരു സൂര്യനും അസ്തമയത്തിന് ശേഷം ഒരു ഉദയമുണ്ടെങ്കിലോ, അത്തരത്തിൽ ചില ഉദയങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. നമ്പർ 4, ഓവർ അഭിനയം. ഓവർ എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാം. ഓവർ അഭിനയം, ഓവർ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റണ്ണാക്കിയിട്ട് പിരിവറ്റിട്ടുണ്ടോ. നീലിയായി വന്ന് കല്യാണി പ്രിയദർശൻ അങ്ങ് കിടുക്കി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിന്റെ ആദ്യത്തെ 300 കോടിയായി മാറി. പിന്നീട് നമ്പർ 3, ദ വൺ ആൻഡ് ഓൺലി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്ക. രേഖാചിത്രത്തിലൂടെ മമ്മൂക്ക തന്റെ 2025 തന്റേതാണെന്ന് ഉറപ്പിച്ച് നിന്ന ഒരു സമയം. പിന്നീട് വന്ന 2 സിനിമകൾ എന്റെ പൊന്നണ്ണ, ഡൊമിനിക്കൻ റെഡിബേഴ്സ് ഉൾപ്പെടെയുള്ള ആ 2 സിനിമകള് തിയേറ്ററുകളിൽ തെക്കോട്ടെടുത്തു. അതെ, അതിന്റെ പൊന്നിക്ക ഇത്തരത്തിലുള്ള കൾട്ട് സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ 2025, അതായത് ഇനി നിലനിൽക്കാനാകില്ല. 2025 തെളിയിച്ചൊരു വർഷമായിരുന്നു. പിന്നീട് അങ്ങനെ പിന്നെ പക്ഷേ ചികിത്സയ്ക്കും എല്ലാം ശേഷം മലയാളത്തിന്റെ മെഗാസ്റ്റാർ തിരിച്ചു വരാൻ നടത്തി. അങ്ങനെ ഒന്ന് ഞാനിവിടെ പോരടാ എന്ന് അങ്ങേര് വിളിച്ചു പറഞ്ഞു. അതെ, ഇങ്ങനെ ഒരു വില്ലൻ വേഷത്തിൽ വന്നത് ഒരു തിരിച്ചു വരവ് നടത്താൻ അങ്ങേരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കളങ്കാവലിലൂടെ നമുക്ക് തന്നെ തിരിച്ചു വരവ് നടത്തി. പിന്നീട് നമ്പർ 2, നിവിൻ പോളി. മലയാളത്തിന്റെ ചോക്ലേറ്റ് ഹീറോ എവിടെ? തട്ടത്തിൻ മറയത്തും പ്രേമത്തിലും പോലുള്ള സിനിമകളിലൂടെ ക്യാമ്പസുകളെ ആവേശത്തിലാക്കി ആ നിവിൻ പോളി എവിടെ എന്ന് ചിന്തിച്ച ആരാധകരിലേക്ക് ഒരു പ്രേതവുമായി എത്തി മച്ചാൻ അങ്ങ് കിടുക്കി. ഇനി നമ്പർ 1, ആരാ? കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ. 2024 പുറത്തിറക്കിയ ബറോസ് ഉൾപ്പെടെയുള്ള സിനിമ, ആദ്യമായി ഡയറക്ട് ചെയ്ത ബറോസ് ഉൾപ്പെടെയുള്ള സിനിമകൾ അതേ വഴി അങ്ങ് പെട്ടിയിലോട്ട് എടുത്തപ്പോൾ 2025 രാജുവേട്ടന്റെ ശ്രദ്ധാത്തിൽ വലിയ വകുപ്പുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസുകൾ കൊണ്ടെത്തിയ L2 എമ്പുരാൻ 250 കോടി എത്തിയെങ്കിലും അത് പോരായിരുന്നു. പിന്നീട് ലാലേട്ടന്റെ കംപ്ലീറ്റ് ഷോ തുടരുമെന്ന സിനിമയിൽ ലാലേട്ടൻ തലമൂത്തി കോമ്പോയിൽ കണ്ടു. അങ്ങനെ ലാലേട്ടൻ തിരിച്ചു വരവ് നടത്തി. പിന്നീട് ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ ലാലേട്ടൻ സത്യനന്ദിക്കാട് ലാലേട്ടൻ കോമ്പോ എത്തിയെങ്കിലും വലിയ ചലനങ്ങൾ ലോകയുടെ റിലീസിന്റെ ടൈമായതുകൊണ്ട് ഉണ്ടാക്കാനായില്ല. പിന്നീട് എത്തിയ ബബ്ബബ്ബ വലിയ കാര്യം ഉണ്ടാക്കാനായില്ലെങ്കിലും ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു. അപ്പൊ എന്താണ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കല്ലേ. അപ്പോൾ